ശ്രീലതയ്ക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ തന്നെ അന്തിയുറങ്ങാം. കോട്ടയം ഇരവിനെല്ലൂർ സ്വദേശിനി ശ്രീലതയുടെ കുടുംബം കടബാധ്യതയെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് വിറ്റ ഭൂമി ഉദിക്കാമല ദേവസ്വം അധികൃതർ തിരികെ വാങ്ങി നൽകി. 4.25 ലക്ഷം രൂപ നൽകിയാണ് 4.5 സെന്റ് ഭൂമിയും വീടും വീണ്ടെടുത്ത് നൽകിയത്. സ്വകാര്യ കടം വീട്ടാനാണ് 10 വർഷം മുൻപ് ശ്രീലതയുടെ കുടുംബം വീടും സ്ഥലവും വിറ്റത്. എന്നാൽ വാങ്ങിയ ആൾക്ക് ധാരണാപ്രകാരം മുഴുവൻ പണവും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ശ്രീലതയും കുടുംബവും ഈ വീട്ടിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. വീടിന് സമീപമുള്ള ഉദിക്കാമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്നവരാണ് ശ്രീലതയുടെ കുടുംബം. കഴിഞ്ഞ വർഷം ശ്രീലതയുടെ ഭർത്താവ് പ്രസന്നൻ മരിച്ചു. ഇതേ തുടർന്നാണ് ഈ കുടുംബം വർഷങ്ങൾക്ക് മുൻപ് വിറ്റ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയുന്നത്. എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ കുടുംബത്തെ സഹായിക്കാൻ ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചു. ഇതിൽ പ്രകാരം വസ്തു വാങ്ങിയ ആൾക്ക് അന്ന് അദ്ദേഹം നൽകിയ 4.25 ലക്ഷം രൂപ നൽകി 4.5 സെന്റ് ഭൂമിയും വീട് തിരികെ വാങ്ങി നൽകുകയായിരുന്നു. കൊടുത്ത 4 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ആധാരം തിരിച്ച് എഴുതി നൽകാമെന്നും സമ്മതിക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഈ ഉത്സവത്തിന് ഞങ്ങൾ സാധാരണ എല്ലാ ഉത്സവങ്ങളിലും അതായത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആണ്ട് നമ്മളത് മാറ്റി വെച്ചുകൊണ്ട് ഇവരുടെ വസ്തു നമുക്ക് തിരിച്ചെഴുതി കൊടുക്കാം എന്നുള്ള ഒരു കഠിനമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായി ജനുവരി 6-ാം തീയതി നടന്ന ഉദ്ഘാടന സഭയിൽ വെച്ച് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ ഈ ശ്രീലതയ്ക്കും മാധവനും ഈ ആധാരം കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിലെ മകരവിളക്കുത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ MLA ആണ് തിരികെ വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം ശ്രീലതയുടെ കുടുംബത്തിന് കൈമാറിയത്. വീടും വസ്തുവും വീണ്ടെടുത്ത് കിട്ടിയെങ്കിലും വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കൈമാറി ഇത് കിട്ടിയ ഒരു സമയത്ത് എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വീടിന്റെ അവസ്ഥ കണ്ടല്ലോ, അത് എല്ലാം ചോരുകയും ഭിത്തിയൊക്കെ പൊട്ടിയതും തറകട്ട ഇടാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. വീട് വാസയോഗ്യമാക്കി നൽകുന്നതിനെ കുറിച്ചും ക്ഷേത്രം ഭാരവാഹികൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും വിറ്റ വീട് തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ശ്രീലതയുടെ കുടുംബം. അമൃത ന്യൂസ്, കോട്ടയം.